ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വരുന്ന സംസ്ഥാനങ്ങളോടെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ സഹതാപമാണ് അല്ലേ? എങ്കിൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ കേരളത്തിലെ ഹോട്ടലുകൾ ഓരോന്നോരോന്നായി അടച്ചുപൂട്ടുന്നുണ്ട്. നിർമ്മാണ മേഖല സ്തംഭിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഒരേ സമയം അപ്രത്യക്ഷമാകുന്നു. ഇതിനൊക്കെ പിന്നിൽ വെറുമൊരു തിരഞ്ഞെടുപ്പ് മാറ്റം മാത്രമാണോ? അതോ പതിറ്റാണ്ടുകളായി നമ്മൾ കാണാത്ത ഒരു വലിയ നുഴഞ്ഞുകയറ്റത്തിൻ്റെ തിരക്കഥയാണോ? ഇപ്പോൾ പൊളിച്ചെടുക്കപ്പെടുന്നത് സത്യത്തിൽ എന്താണ്? എങ്കിൽ പറയട്ടെ, ഇതൊന്നുമല്ല. ഇതിന് പിന്നിൽ ബംഗാൾ അതിർത്തിയിൽ തുടങ്ങിയ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയുടെ അലയൊലികളുണ്ട്. പതിറ്റാണ്ടുകളായി ബംഗാളിന് വിഴുങ്ങിയ അഴിമതിയുടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെയും മതിൽക്കെട്ടുകൾ ഇന്ന് തകർന്നടിയുകയാണ്. സുവേന്ദു അധികാരി എന്ന ജനനായകൻ അധികാരമേറ്റതോടെ ബംഗാൾ ഇന്നൊരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുന്നു. ഇത്രയും കാലം നമ്മൾ ഭയപ്പെട്ടിരുന്ന ആ സത്യം പുറത്തു വരികയാണ്. കേരളത്തിൽ പണിയെടുത്ത പലരും ബംഗാളികളൊന്നും അല്ലായിരുന്നു. അവർ വ്യാജരേഖകൾ ചമച്ച നുഴഞ്ഞുകയറ്റക്കാരായിരുന്നു. അവർ ഇപ്പോൾ എങ്ങോട്ട് പോയി? അവർ ഇനി തിരിച്ചു വരാൻ കഴിയുമോ? മമതയുടെ സാമ്രാജ്യം തകരുമ്പോൾ സുവേന്ദു അധികാരി നടപ്പിലാക്കുന്ന ആ നിയമങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നേട്ടങ്ങളാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത്? ഇവിടെ ഒരു മാപ്രകളും അതൊന്നും പറയില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇനിയും വരാനിരിക്കുന്നത് വലിയ വലിയ വെളിപ്പെടുത്തലുകളാണ്. വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇത് വേറെ എവിടെയും ഈ വാർത്തകളൊന്നും മലയാളത്തിൽ കേൾക്കാൻ സാധിക്കില്ല. പതിറ്റാണ്ടുകളായി പശ്ചിമ ബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്തായിരുന്നു? അത് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ നടന്ന നുഴഞ്ഞുകയറ്റമായിരുന്നു, അഴിമതികളായിരുന്നു. വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി അതിർത്തി കടന്നു വരുന്നവർക്ക് ആധാർ കാർഡും റേഷൻ കാർഡും ഒരു താലത്തിൽ വെച്ച് നൽകുന്ന രീതിയായിരുന്നു മമതാ ബാനർജിയുടെ സർക്കാരിൻ്റേത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ പണയപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ കളി ഇന്ന് കേരളത്തിലെ തെരുവുകളിൽ വരെ എത്തി നിൽക്കുന്നു. വ്യാജ ആധാർ കാർഡുകൾ കരസ്ഥമാക്കി കേരളം പോലെയുള്ള സുരക്ഷിതമായ സംസ്ഥാനങ്ങളിൽ വന്ന് പണിയെടുത്തവരൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശത്രുക്കളായിരുന്നു. അവർക്ക് സംരക്ഷണം നൽകിയതാകട്ടെ മമതയുടെ ഭരണകൂടവും. റോഡരികുകളും സർക്കാർ ഭൂമികളും ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി മമതാ സർക്കാർ വിട്ടു നൽകി. എന്നാൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് വലിയൊരു കുടിയിറക്കലാണ്. അവർ തന്നെ ഇറങ്ങി ഓടുകയാണെന്നും പറയാം. ബുൾഡോസറുകൾ ഗർജിക്കുമ്പോൾ തകർന്നടിയുന്നത് മമതയുടെ പ്രീണന രാഷ്ട്രീയമാണ്. ബംഗാളിന്റെ മണ്ണിൽ ഇന്ന് പുതിയൊരു സൂര്യൻ ഉദിച്ചിരിക്കുന്നു. സുവേന്ദു അധികാരി, അതാണ് ആ സൂര്യന്റെ പേര്. അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ബംഗാളിൽ നിയമം ലംഘിക്കുന്നവൻ പത്തി മടക്കും. കശ്മീരിലെ വിഘടനവാദികളും കല്ലേറുകാരും ഇന്ന് എവിടെയാണ്? അതേ അവസ്ഥയാണ് ഇന്ന് ബംഗാളിലെ അക്രമികൾക്കും. കശ്മീരിലെ കല്ലേറ് നിർത്തിയെങ്കിൽ ബംഗാളിലെ കല്ലേറും നിർത്താൻ എനിക്കറിയാം. ഇങ്ങനെ സുവേന്ദു അധികാരി പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലം ഒരു ഡയലോഗല്ല, അത് ഓരോ രാജ്യദ്രോഹിയുടെയും നെഞ്ചിൽ തറയ്ക്കുന്ന ഇടിമുഴക്കമാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഓരോ അക്രമിയെയും അവരുടെ താവളങ്ങളിൽ നിന്നും വലിച്ചിഴച്ച് പുറത്തിറക്കുന്ന പോലീസ് നടപടിക്ക് ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നു. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ക്ലീനപ്പ് ഓപ്പറേഷനാണ് സുവേന്ദുവും നടത്തുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബംഗാളിലെ ഭരണമാറ്റം എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുന്നത് എന്ന്. ഇതാണ് അതിൻ്റെ മനഃശാസ്ത്രം. കേരളത്തിൽ പണിയെടുത്തിരുന്ന ഈ വ്യാജ ബംഗാളികൾക്ക് തിരിച്ചറിയൽ രേഖകൾ നൽകി അയക്കുന്നത് അവരുടെ മമത ഭരണകൂടമായിരുന്നു. ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ പോയ ഇവർക്ക് ഇപ്പോൾ തിരിച്ചു വരാൻ പേടിയാണ്. എന്തുകൊണ്ട്? വ്യാജരേഖാവേട്ട. BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ ആധാർ കാർഡുകളുടെയും മറ്റ് രേഖകളുടെയും എല്ലാം വെരിഫിക്കേഷൻ കർശനമാക്കിയിട്ടുണ്ട്. അപ്പോൾ വ്യാജന്മാരെ പിടിച്ചാൽ നേരിട്ട് ജയിലിലേക്ക് അടക്കം. അവരുടെ ജീവിതം അങ്ങ് പോകുമല്ലോ. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നാൽ തിരിച്ചറിയൽ പ്രതിസന്ധിയാണ്. മമത പോയതോടെ ഇനി ബംഗാൾ വഴി സുരക്ഷിതമായി സ്വന്തം നാട്ടിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം അവിടെ വേലിതിരിക്കലൊക്കെ ഇപ്പോൾ ഏറ്റവും വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ താമസിച്ചിരുന്ന റോഡ് സൈഡുകളും സർക്കാർ ഭൂമികളൊക്കെ സുവേന്ദു സർക്കാർ തിരിച്ചു പിടിച്ചു കഴിയുകയും ചെയ്തു. ഇനി ഇവർക്ക് തങ്ങാൻ ഒരിടമില്ല. കേരളത്തിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വന്നത് നമ്മുടെ നാട്ടിൽ അധ്വാനിക്കുന്ന യഥാർത്ഥ തൊഴിലാളികൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാതെ കയറ്റിയിരുത്തിയ ഈ നുഴഞ്ഞുകയറ്റക്കാർ ഭയം ഓടിയത് കൊണ്ടാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്.
കേരളത്തിലും ഇതേ രീതി ഇനി ആവർത്തിക്കാൻ പോവുകയാണ്. ഇവിടെയും പ്രീണനത്തിൻ്റെ ഉച്ചസ്ഥായിലാണ് നിൽക്കുന്നത്. അപ്പോൾ മമതാ ബാനർജിയുടെ കാലത്ത് ബംഗാളിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട കേന്ദ്ര ഫണ്ടുകൾ, അതായത് ജൽജീവൻ മിഷൻ, ആവാസ് യോജന, ഇതൊക്കെ എങ്ങോട്ടാണ് പോയത്? തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് ഈ പണം ഒഴുകിയത്. അപ്പോൾ ഈ അഴിമതികളെയൊക്കെ കുറിച്ച് അന്വേഷിക്കാൻ മുൻ ജസ്റ്റിസ് ബിശ്വജിത് ബസുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സുവേന്ദു അധികാരിയുടെ നടപടി സത്യത്തിൽ ജനങ്ങളോടുള്ള നീതിയാണ്. പണമെല്ലാം വെട്ടിച്ചവർക്കും അത് വിദേശത്തേക്ക് കടത്തിയവർക്കും ഇനി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല എന്ന് സാരം. ജൂൺ 1 സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ബംഗാളിലെ പല വമ്പന്മാരും ഇനി അഴിക്കുള്ളിലാകും. അഴിമതിക്കെതിരെയുള്ള ഈ പോരാട്ടം ബംഗാളിനെ അടുത്തൊരു UP ആക്കി മാറ്റും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന മറ്റൊരു സംസ്ഥാനം കൂടി. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും മമത സർക്കാരിൻ്റെ കാലത്തുണ്ടായ വീഴ്ചകൾ ലോകപ്രശസ്തമാണ്. എന്നാൽ സുവേന്ദു സർക്കാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി. അവർക്ക് വേണ്ടി 3000 രൂപയുടെയും എല്ലാം സംരക്ഷണം ഒരുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ വലിയൊരു വിശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബംഗാളിലെ വികസനം ഇനി റോക്കറ്റ് വേഗത്തിലായിരിക്കും. അഴിമതിയുടെയും കയ്യേറ്റത്തിൻ്റെയും കറുത്ത നിഴലുകൾ മായുമ്പോൾ ബംഗാൾ ഇന്ത്യയുടെ വികസന കുതിപ്പിന് ഊർജ്ജമാകും. കേരളത്തിൽ നിന്നുണ്ടായ ഈ തൊഴിലാളി ഒഴുക്ക് ഒരു ഗുണപാഠമാണ്. നമ്മുടെ ഇടയിൽ ആരെങ്കിലും വ്യാജന്മാരായി ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സുവേന്ദുവിനെ പോലെ ഒരു നേതാവ് ഉണ്ടായേ തീരൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ ഹോട്ടലുകൾ പൂട്ടിയെങ്കിൽ അതൊരു ശുഭസൂചന തന്നെയാണ്. രാജ്യവിരുദ്ധ ശക്തികൾ നമ്മുടെ നാട്ടിൽ നിന്നും ഭയന്നോടുന്നു എന്നതിൻ്റെ തെളിവാണ്. ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഗുണവും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മമതയുടെ അരാജകത്വം അവിടെ അവസാനിച്ചു. സുവേന്ദുവിൻ്റെ വികസന യുഗം അവിടെ ആരംഭിച്ചു. ബംഗാൾ ഇനി ഒരു പുതിയ ചരിത്രം കുറിക്കും. നമ്മളൊക്കെ കളിയാക്കിയ ബംഗാളികൾ ഇനി നല്ല അടിപൊളിയായി ജീവിക്കുന്നത് കാണാം. കേരളത്തിൽ നമ്മുടെ ജനങ്ങൾ ഈ മാറ്റത്തെ തിരിച്ചറിയണം. നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താനും അഴിമതി തുടച്ചു നീക്കാനും സുവേന്ദു അധികാരി കാണിക്കുന്ന ആർജവം നമുക്കും മാതൃകയാണ്. നമ്മൾ ചർച്ച ചെയ്ത ഈ വിഷയങ്ങൾ കേവലം ഒരു സംസ്ഥാനത്തെ ഭരണമാറ്റത്തിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ലക്ഷ്യമിടുന്നത് ബംഗാളിന്റെ മണ്ണിൽ പതിറ്റാണ്ടുകളായി പടർന്നു പന്തലിച്ച രാജ്യവിരുദ്ധ ശൃംഖലയുടെ കടപുഴക്കി എറിയലാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് വരാനിരിക്കുന്ന ഡിജിറ്റൽ വെരിഫിക്കേഷൻ. മുൻപ് മമത സർക്കാരിന്റെ കാലത്ത് വളരെ ലാഘവത്തോടെ നിർമ്മിച്ച് നൽകിയ ആധാർ, വോട്ടർ ID രേഖകളൊക്കെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ കർശനമായ നിരീക്ഷണത്തിലാണ്. കേരളത്തിൽ നിന്ന് ഈ തൊഴിലാളികൾ കൂട്ടത്തോടെ പലായനം ചെയ്തത് വെറുതെ ഒരു ഭയം കൊണ്ടല്ല, പകരം പുതിയ സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ബയോമെട്രിക് വെരിഫിക്കേഷൻ സിസ്റ്റത്തെ ഭയന്നുകൊണ്ടാണ്. കാരണം അവരെ കൊണ്ട് പിടിച്ചു നിൽക്കാനാകില്ലല്ലോ. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം വ്യാജമായി നിർമ്മിച്ചു നൽകുന്ന വലിയൊരു മാഫിയ തന്നെ അവിടെ പ്രവർത്തിച്ചിരുന്നു. അതെല്ലാം സുവേന്ദു തുടച്ചു നീക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളിലും നിർമ്മാണ സൈറ്റുകളിലും പണിയെടുത്തിരുന്ന പലരും അവരുടെ യഥാർത്ഥ പേരോ വിലാസമോ പോലും അല്ല രേഖകളിൽ നൽകിയിരുന്നത്. പിന്നെ ഇനിയെങ്കിലും തിരിച്ചറിയുക, ഇങ്ങനെ ഓരോ ക്യാപ്സ്യൂളുകളും വിഴുങ്ങി മിണ്ടാതിരിക്കരുത്. ഈ സുവേന്ദു അധികാരിയുടെ ഭരണത്തിൽ ഓരോ പഞ്ചായത്ത് തലത്തിലും സിറ്റിസൺസ് രജിസ്ട്രി കർശനമാക്കിയിരിക്കുകയാണ്. അഴിമതി വീരനായ മമതയുടെ ഉദ്യോഗസ്ഥർക്ക് ഇനി കൈക്കൂലി വാങ്ങി വ്യാജരേഖകൾ ഒപ്പിട്ട് നൽകാനും കഴിയില്ല. കാരണം ജസ്റ്റിസ് ബിശ്വജിത് ബസുവിൻ്റെ കമ്മിറ്റി ഓരോ ഫയലുകളും ഡിജിറ്റലായി പരിശോധിക്കാൻ ഉത്തരവിട്ടും കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന മറ്റൊരു കാര്യം, ഈ വ്യാജരേഖക്കാർ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സമ്പാദിക്കുന്ന പണം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുകൂടിയാണ്. അപ്പോൾ ഇതിൽ വലിയൊരു ഭാഗം അതിർത്തി കടന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പണമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് പണം സമ്പാദിച്ച് നമുക്കെതിരെ തിരിക്കുന്ന ഒരു കൂട്ടർ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. അതല്ല ഈ പ്രീണനവും വിശ്വസിച്ച് ക്യാപ്സ്യൂളും വിഴുങ്ങിയിരിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ കിട്ടിയാലേ പഠിക്കൂ എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കൂ. മമതയുടെ മറ്റൊരു പതിപ്പാണോ ഈ കേരളത്തിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ രീതി എന്നതുകൂടി നിങ്ങൾ ചിന്തിക്കുക. അതിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.